ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ദീപ്കുമാർ വ്ളോഗർ. അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചേക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബ്ലഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരുപാട് പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ചിത്രമായിരുന്നു ബ്ലഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രമായിരുന്നു. ഡിസംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കളക്ഷനൊക്കെ നേടിയെടുത്തുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായി ടെൻഡാക്കോട്ടയാണ്. ചിത്രം ഇപ്പോൾ ടെൻഡാക്കോട്ടയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം തമിഴ് ടെൻഡാക്കോട്ടയിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലാ ടൊമാറ്റോ ചുവപ്പ് നിലം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോയ് മാത്യു, ശ്രീജിത്ത് രവി, കോട്ടയം നസീർ, മരിയ തോംസൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു ലാ ടൊമാറ്റോ ചുവപ്പ് നിലം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 27-ാം തീയതി ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ആമസോൺ പ്രൈമിലൂടെ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നീരജ് മാധവ്, ഗൗരി കൃഷ്ണൻ, അജു വർഗീസ്, അതുപോലെ ആനന്ദ് മന്മഥൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലും എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTTസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാവ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അമിത് ചക്കലക്കൽ, യാമി സോന, അതുപോലെ തന്നെ നിഷ സാരംഗ്, മനോജ് കേയു, സാബുമോൻ അബ്ദുൾ സമദ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു പ്രാവ് എന്ന് പറയുന്നത്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഭേദപ്പെട്ട ഒരു കണക്കൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രാവ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമാക്സും അതുപോലെ തന്നെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും മനോരമാക്സിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബിയോണ്ട് ദ 7 സീസ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരുപാട് പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ബിയോണ്ട് ദ 7 സീസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി സിംപ്ലി സൗത്തിലൊരു ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സുഴൽ 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ കതിർ, ഐശ്വര്യ രാജേഷ്, ലാൽ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണ് സുഴൽ 2 എന്ന് പറയുന്നത്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തമിഴ് ഉൾപ്പെടെ തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം, തെലുങ്ക് എന്നീ ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പരാരി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. പുതുമുഖങ്ങളായിട്ടുള്ള ഹരിശങ്കർ, സംഗീത കല്യാൺ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡ്രാമ ഭാഗത്തിലെടുത്താവുന്ന ചിത്രമായിരുന്നു പരാരി എന്ന് പറയുന്നത്. 2024 നവംബർ മാസം തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു അനക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആഹാ തമിഴാണ്. ചിത്രം ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി ആഹാ തമിഴിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. ഓപ്പറേഷൻ രാവണൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രക്ഷിത് അറ്റ്ലൂരി, അതുപോലെ തന്നെ സങ്കീർത്തന വിപിൻ, രാധിക ശരത് കുമാർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ഓപ്പറേഷൻ രാവണൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആഹാ തമിഴാണ്. ആഹ് തെലുങ്കിലൂടെ ചിത്രം നേരത്തെ തന്നെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2024 തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു. തിയേറ്ററിൽ വലിയ അനക്കൊന്നും സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ചിത്രം ഇപ്പോൾ ആഹാ തമിഴിലൂടെ ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബ്ബാണ്. ഇമോജി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. മഹത് രവീന്ദ്ര, അതുപോലെ തന്നെ ദേവിക സതീഷ്, മാനസ ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലോട്ട് തന്നൊരു വെബ് ചിത്രമായിരുന്നു ഇമോജി എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ഈ വരുന്ന ഫെബ്രുവരി മാസം 28-ാം തീയതി ആഹാ തമിഴിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സംക്രാന്തിക്ക് വാസ്തുലം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വെങ്കടേഷ്, അതുപോലെ തന്നെ ഐശ്വര്യ രാജേഷ്, മീനാക്ഷി ചൗധരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കോമഡി എന്റർടൈൻമെന്റ് ഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു സംക്രാന്തിക്ക് വാസ്തുലം എന്ന് പറയുന്ന. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള നമ്മുടെ C5 ആണ്. ജനുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് ജനുവരി
പൊങ്കലിന് തിയേറ്റർ റിലീസ് ചെയ്ത് ഒരു കുഴപ്പമില്ലാത്തൊരു വിജയമൊക്കെ നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ C5 ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 1-ാം തീയതി C5ലൂടെ പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. ടെൻഡൽ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നാഗചൈതന്യ, സായി പല്ലവി, ദിവ്യ പിള്ള എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്രാമ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ടെൻഡൽ എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഏകദേശം ഒരു ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. വിടാമുയർച്ചി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അജിത് കുമാർ, അർജുൻ, അതുപോലെ തന്നെ തൃഷ കൃഷ്ണ, ആരവ്, രജീന സാൻഡ്ര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു വിടാമുയർച്ചി എന്ന് പറയുന്നത്. ഈ മാസം ഫെബ്രുവരി മാസം 6-ാം തീയതി ഈ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 3-ാം തീയതി ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. പാൻ ഇന്ത്യ ഭാഷയിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രേഖാചിത്രം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആസിഫ് അലി, അനശ്വര രാജൻ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അതുപോലെ ഒരു AI ആയിട്ട് നമ്മുടെ മമ്മൂക്കയോട് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രേഖാചിത്രം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ജനുവരി മാസം സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ഒക്കെ അടിച്ചിട്ടുള്ള ചിത്രമായിരുന്നു രേഖാചിത്രം എന്ന് പറയുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ ഒരു ജോണറിൽ പോകുന്ന ചിത്രമാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് സോണി ലീവ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് മാസം 7-ാം തീയതി പാൻ ഇന്ത്യ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഒരു ജാതി ജാതകം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ, ബാബു ആന്റണി, അതുപോലെ തന്നെ നിർമ്മൽ പാലാഴി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ഭാഗത്തിലൂടെ തന്ന ചിത്രമായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറയുന്നത്. തിയേറ്ററിൽ വലിയൊരു അടക്കം സൃഷ്ടിക്കാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് മനോരമ മാക്സ് ആണ്. ചിത്രം ഈ വരുന്ന മാർച്ച് 7-ാം തീയതി മനോരമ മാക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദാവീദ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ, വിജയരാഘവൻ, സൈജു കുറുപ്പ്, ലിജോ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു ദാവീദ് എന്ന് പറയുന്നത്. ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ ഒരു ഭേദപ്പെട്ട കണക്കൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. മേ ബി മാർച്ചിലായിരിക്കും ചിത്രത്തിൻ്റെ OTT റിലീസൊക്കെ വന്നിട്ടുള്ളത്. റൈറ്റ്സ് സ്വന്തമാക്കേണ്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഇതുമായി നിങ്ങളുമായി ഷെയർ ചെയ്തത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബാലു വർഗീസ്, അർജുൻ അശോകൻ, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ ഭാഗത്തിലൂടെ തന്ന ഒരു ചിത്രമായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. മേ ബി മാർച്ചിലായിരിക്കും ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസ് എത്തുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പൊന്മാൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ സജിൻ ഗോപു, അതുപോലെ തന്നെ ലിജോ മോൾ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള തിയേറ്ററിൽ വലിയൊരു അനക്കൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പൊന്മാൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മേ ബി മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. OTT റൈറ്റ്സ് മാത്രമാണ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള അപ്ഡേറ്റ് മാത്രമാണ്. OTT റിലീസിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വരുന്നതിനനുസരിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്കൈ ഫോഴ്സ് എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അക്ഷയ് കുമാർ, അതുപോലെ തന്നെ വീർ പഹാരിയ, അതുപോലെ തന്നെ സാറ അലിഖാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലൂടെ തന്ന ചിത്രമായിരുന്നു സ്കൈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് ഇല്ലെങ്കിലും ഒരു അൺഒഫീഷ്യൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചിത്രം മാർച്ച് 21-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കുഞ്ചാക്ക ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിട്ടുള്ള തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രത്തിൻ്റെ റിലീസ് കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. OTT റൈറ്റ്സ് ബാൻ ചെയ്തതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.